വെൽക്കം ടു ഓൾ. ഐ ആം സതീഷ് കുമാർ. വയറിംഗ് മെയിൻ്റനൻസിൽ നിന്നും അല്പം വ്യത്യാസം വരുത്തി ഞാൻ 1-2 വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ ഒരു 3 ഫേസ് മോട്ടോറിനകത്തുള്ള സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ മാനുവലായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പടം ഇത് ഞാൻ വരച്ചത് തന്നെയാണ്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് വന്നിട്ട് ആർ ഫേസ് A1-ൽ, വൈ ഫേസ് B1-ൽ, ബി ഫേസ് C1-ൽ വരുന്നു. അതുപോലെ അത് A1, B1, C1 ആണ് വന്നിരുന്നത്. അതിനകത്ത് ഇപ്പോൾ A1, B1, C1 അതിനകത്ത് ആർ ഫേസ്, വൈ ഫേസ്, ബി ഫേസ് വരുന്നുവെങ്കിൽ A2, B2, C2 ഷോർട്ടായി, അതായത് രണ്ടും കൂടെ എല്ലാം ജോയിൻ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് സ്റ്റാറായി. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റയിലേക്ക് പോകാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷൻ കാണുമ്പോൾ അറിയാം. A1, B2 ഷോർട്ടാക്കി അതിനകത്തേക്ക് ആർ ഫേസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ A2 C1 അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്തേക്ക് കൊടുക്കാം. അടുത്ത B1 C2 ഷോർട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വൈ ഫേസും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബ്ലൂ ഫേസ്, ബി ഫേസ് C1 A2 ഷോർട്ട് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് അത് ഡെൽറ്റ ആയിട്ട് മാറി. അതായത് ഓരോ കോയിലിന് അക്രോസും 2 ഫേസുകൾ വീതം വന്നു. അപ്പോൾ ഇത് ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഞാൻ തിയറി വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനി അതിൻ്റെ എല്ലാം ഈ പടം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ അറിയാം. അതിനകത്ത് നമ്മുടെ കാണുന്ന എല്ലാം ഞാൻ എങ്ങനെ ഷോർട്ട് ചെയ്യുന്നതിൻ്റെ ടെർമിനൽസ് എഴുതി വച്ചിട്ടുണ്ട്. ആ ടെർമിനൽസ് നിങ്ങൾക്ക് അതൊന്നും കൂടെ വിശദമായിട്ട് പരിശോധിക്കാം. ഇതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഒരു മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊരു മാനുവലായിട്ട് തന്നെ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നമുക്ക് സ്റ്റാറും ഡെൽറ്റയാക്കി മാറ്റാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. ഇവിടെ 3 വയറുണ്ട്. ഇതിൽ ഒരെണ്ണം ആർ ഫേസ് ആണ്, ഒരെണ്ണം വൈ ഫേസ് ആണ്, ഒരെണ്ണം ബി ഫേസ് ആണ്. അതുപോലെ ഒരെണ്ണം A1 ആണ്, ഒരെണ്ണം B1 ആണ്, ഒരെണ്ണം C1 ആണ്. പിന്നെ ഒരെണ്ണം ഒരു 2 ആണ്. അത് ചിലപ്പോൾ A2 ആവാം, B2 ആവാം, C2 ആവാം. ഇനി അതുപോലെ 3 2കളുമുണ്ട്. മൊത്തം 9 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് സ്റ്റാർലൈൻ ഡെൽറ്റയും മാറുമ്പോൾ ഈ സ്റ്റാർട്ടർ തന്നെയാണ് ബാക്ക് പുറകുവശത്തിരിക്കുന്ന മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ സ്ക്രൂസൊക്കെ ഒന്ന് പതുക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ നോക്കാം. അതവിടെ ഒന്ന് ഊരിയെടുത്തിട്ട് അമ്മേ ഇതിനെ ഞാനിങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അകവശം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് അകവശം അങ്ങനെ ഒന്ന് സൂം ചെയ്ത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഇത് കണ്ടോ, ഒരു തെർമൽ റിയോസ്റ്റാറ്റാണ് ശരിക്കും. തെർമൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു പ്ലേറ്റാണ് ഇത് ശരിക്കും. അപ്പോൾ ഇവിടെ ഈ പ്ലേറ്റ് നമുക്ക് ഇതിനകത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സാധാരണ വീട്ടിലെ പമ്പിൻ്റെ സ്റ്റാർട്ടറൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് 2 ഫേസിൽ നിന്നായിട്ട് ഒരു ഫേസ് ഇതിൽ നിന്നും ഒരു ഫേസ് ഇതിന് സീരീസ് ആയിട്ട് 2 ഫേസിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന ഈ കോയിലിലേക്ക് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഈ കോയിലിലേക്ക് സപ്ലൈ വരുമ്പോൾ 2 ഫേസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 2 ഫേസിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്കായാലും ഈ കോയിൽ ഡിസ്കണക്റ്റ് ആവും. ഇനി ഓവറായിട്ടൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കോയിൽ അപ്പോൾ തന്നെ ഹീറ്റായിട്ട് അതെന്ത് ചെയ്യും, ഇതിലേക്കുള്ള കണക്ഷനെ ഡിസ്കണക്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് അങ്ങനെ ആയാലും ഇത് സീരീസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഈ കണക്ഷൻ ഇവിടെ ഡിസ്ചാർജ് ആവും. ഇനി ഈ താഴെ കാണുന്ന ഈ ബട്ടണാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാണിച്ചു തരാം. ഈ കാണുന്ന ബട്ടൺ ഇതാണ് നമ്മുടെ ഓഫ് ബട്ടണിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. അടയ്ക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബട്ടൺ
നമ്മളിത് ഓഫ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് പ്രസ്സാവുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷൻ പ്ലഞ്ചറിന് റിലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ മാനുവലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ആ അകവശം സൂം ചെയ്ത് കാണാം. ദേ ഇവിടെ ഒരു കോൺടാക്റ്റ് അങ്ങനെ 9 കോൺടാക്റ്റുകളുണ്ട്. ദാ ഇവിടെ അതുപോലെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ടെർമിനലെല്ലാം സപ്ലൈ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ സൂം ചെയ്ത് കാണാം. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റാർ ആവുന്ന ഡെൽറ്റ ആവുന്നത് നോക്കാം. ഇവിടെ ഇത് കണ്ടോ, 3 സാധനങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാറിലേക്ക് ഈ ലിവർ ഈ ലിവർ താഴേക്ക് പോകുമ്പോൾ നോക്കിയേ, ഇത് ആർ ഫേസ് ഈ ടെർമിനൽ മാറ്റി. ഇതിപ്പോൾ A1 ആണ്. അതുപോലെ Y ഫേസ് അടുത്ത ടെർമിനലിലേക്ക്. ഇതെല്ലാം എന്താ ഇവിടെ ഈ 2 എലമെൻ്റുള്ള ഇത് വച്ചിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഷോർട്ടാവും. ഉണ്ടോ, 2 എലമെൻറ്റും ഒരു സിംഗിൾ എലമെൻറ്റ് എല്ലാം ഈ ഇങ്ങേരത്തേൽ മാത്രം ചെയ്യുന്നു. പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ള കേസ്, താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഈ 3നെയും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർ ഫേസ് A1ലേക്ക് പോയി, പിന്നെ ഒരു 2 ഉണ്ട്. Y ഫേസ് B1ലേക്ക് പോയി, ഒരു 2 ഉണ്ട്. അടുത്ത B ഫേസ് C1ലേക്ക് പോയി, ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2കളെല്ലാം കൂടെ A2 B2 C2കളെല്ലാം കൂടെ ഈ അടിയിലത്തെ ഈ ടെർമിനൽ വെച്ച് ഷോർട്ടാവുന്നു. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് ആക്കുമ്പോൾ R A1 Y B1 B C1 ഇങ്ങനെ ഷോർട്ടായി. അതുപോലെ A2 B2 C2 താഴത്തെ ഈ ടെർമിനൽ വഴി ഷോർട്ടായിട്ട് ഇത് സ്റ്റാറായിട്ട് മാറി. ഇനി ഇത് ഡെൽറ്റയിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് ആദ്യം ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഒറ്റയടി അടിച്ചാൽ വരുള്ളൂ. അതാണല്ലോ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറി. ഇപ്പോൾ ഞാനിത് ഡെൽറ്റ ആക്കിയപ്പോൾ ഇതുണ്ടോ, A1 B1 അല്ല ആർ ഫേസ് A1 ആരാണ് വരേണ്ടത്? അപ്പോൾ ഇവിടെ B2 Y ഫേസ് B1 C2 B ഫേസ് C1 A2. അപ്പോൾ ഇത് B2 C2 A2 ആണ്. ഈ 2കൾ ഇതിലേക്ക് കണക്റ്റായി. അപ്പോൾ ഇത് ഡെൽറ്റ ആയിട്ട് മാറി. ഇങ്ങനെയാണ് ഒരു സ്റ്റാർ ഡെൽറ്റ ആയിട്ട് മാനുവലായിട്ട് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഡെൽറ്റ കണക്ഷനെക്കുറിച്ചുള്ള ഏകദേശ ഐഡിയ, അത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടർ വഴി മാനുവലായിട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണും വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.